വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇന്റർവ്യൂ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്റർവ്യൂവിന് 20 മാർക്കാണുള്ളത്. അതിൽ നിയമന അധികാരി വരുന്നത് ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകളായിരിക്കും. നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടത്തുന്ന നിയമനാധികാരി വരുന്നത് ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകളായിരിക്കും. കാറ്റഗറി നമ്പർ ചിലപ്പോൾ ചോദിക്കാം. ഡേറ്റ എൻട്രി തസ്തികയുടെ കാറ്റഗറി നമ്പർ ഇന്റർവ്യൂവിന് ചോദിക്കാവുന്നതാണ്. അതുപോലെ ബിരുദവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. അതായത് ഈ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് ചോദിക്കാം. അവിടെ എത്ര ആൾ വർക്ക് ചെയ്തു, എന്തൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. ജോബിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു എന്നും ചോദിക്കാം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല. അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിലെ പ്രകടനത്തിനുമാണ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓൺലൈൻ എക്സാമിനേഷന്റെയും ഇന്റർവ്യൂവിന് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓരോ സഹകരണ സംഘം അഥവാ ബാങ്കുകൾക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. Commonly asked interview questions for data entry operator DO post, especially useful for cooperative bank interview in Kerala. Data entry operator interview questions and answers, general and job related questions. ഏത് ഇന്റർവ്യൂവിന് ഫസ്റ്റ് വരുന്നത് ടെൽ അബൌട്ട് യുവർ സെൽഫ്. കീപ് ഇൻ ഷോർട്ട്, ഇൻക്ലൂഡ് യുവർ നെയിം, ക്വാളിഫിക്കേഷൻ, കമ്പ്യൂട്ടർ സ്കിൽസ് ആൻഡ് എനി എക്സ്പീരിയൻസ് ഇൻ ഡേറ്റ എൻട്രി ഓർ ഓഫീസ് വർക്ക്. സെൽഫ് ഇൻട്രൊഡക്ഷൻ വരുന്നത് നെയിം, ക്വാളിഫിക്കേഷൻസും സ്കിൽസും, കമ്പ്യൂട്ടർ സ്കിൽസ് എന്തൊക്കെയുണ്ട് അതൊക്കെ പറയണം. എവിടെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് പറഞ്ഞിരിക്കണം. ഡേറ്റ എൻട്രി ഓർ ഓഫീസ് വർക്ക് ആണെങ്കിൽ ഓഫീസ് വർക്ക് കുറിച്ച് അറിയിക്കണം. What are the main duties of a data entry operator in a bank? Entering daily transactions, updating customer accounts, maintaining records, assisting customers and ensuring data accuracy. What software or tools are you familiar with? MS Word, MS Excel, Tally and core banking software. What is data accuracy and why it is important? Data accuracy means entering correct information without errors. It is vital in banking because even small mistake can cause financial discrepancies. Explain what a core banking system is. Core banking system allows customers to access their account and perform transactions from any branch of the
bank using centralized network. How do you ensure confidentiality of customer data? Never share login credentials or account details for banking policies and keep all customer data secure. അടുത്ത വരുന്ന കമ്പ്യൂട്ടർ നോളജ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് MS Excel used for? For preparing statement, calculations and maintaining transaction data using formulas and tables. How do you copy a data from one file to another in a computer? By using shortcut keys like Ctrl+C copy and Ctrl+V paste. അതുപോലെ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീസ് എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. അതായത് കീസ് ടാബ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ടാബ് കീ ഓർ എൻ്റർ കീ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടാബ് കീ ആൻഡ് എൻ്റർ കീ? ടാബ് മൂവ്സ് ദ curve to next field. Enter confirm a command or moves to the next line. ഡേറ്റ എൻട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടാബ് ഉപയോഗിച്ച് വരുന്നത്. എൻ്ററും ശ്രദ്ധിക്കുക. ജനറൽ ആയിട്ടുള്ള വിൻഡോസിൽ വരുന്ന ഷോർട്ട് കട്ട് കീസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. What are some common keyboard shortcuts you use? Ctrl+S സേവ്, ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന Ctrl+S ആണ് സേവ്. Ctrl+P പ്രിന്റ് എടുക്കാൻ വേണ്ടി Ctrl+P ഉപയോഗിക്കുന്നുണ്ട്. Ctrl+Z അൺഡു ഓപ്പറേഷൻ ആണ്. Ctrl+F ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ? ഹാർഡ്വെയർ ഫിസിക്കൽ കമ്പോണൻസ്, CPU, കീബോർഡ്, മോണിറ്റർ എക്സെട്ര. സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ഓപ്പറേറ്റ്സ് ഹാർഡ്വെയർ, വിൻഡോസ്, MS Office. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് നമുക്ക് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്ടുകളെല്ലാം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് കമ്പ്യൂട്ടറിൻ്റെ. CPU, കീബോർഡ്, മോണിറ്റർ ഇതൊക്കെ ഹാർഡ്വെയർ പാർട്ട്, മൗസ് ഇതൊക്കെ വരുന്നത്. പ്രിന്ററും ഹാർഡ്വെയർ പാർട്ട് തന്നെയാണ്. പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്, സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വിൻഡോസ് 10, വിൻഡോസ് 11 ഒക്കെ വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെയാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. അതിലെ ലേറ്റസ്റ്റ് വിൻഡോസ് 11 ആണ്. MS ഓഫീസ് പാക്കേജ് ഓഫീസ് മാനേജ്മെൻറ്റ് പാക്കേജാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ പെടുന്നതാണ് MS ഓഫീസ്. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പെടുന്നതാണ് വിൻഡോസ്, ലിനക്സ്, ഡോസ്. പിന്നെ ആപ്പിൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മാക് OS ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. MS ഓഫീസ് ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിച്ചുകൊണ്ട് പോവുക. എക്സൽ ഷോർട്ട് കട്ടൊക്കെ പഠിച്ചുകൊണ്ട് പോവുക. Banking and cooperative sector awareness. What do you know about cooperative banks in Kerala? They are member-owned institutions providing banking and credit facilities mainly to rural and local communities under Kerala Cooperative Societies Act. What is the role of PACS? Primary Agriculture Credit Society. PACS are basic unit of cooperative credit structure providing loans and deposit at village level. What is mean by deposit and withdrawal? Deposit, money added to a bank account. Withdrawal, money taken out from a account. What is a loan ledger? A record that keep details of all loan issued, repayments made and outstanding balance.
Accuracy and typing skills question. How do you deal with the repetitive data entry work? Stay focused, take short break and double check data before saving. ഡേറ്റ സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡബിൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. What if correct an error after entering wrong data? Identify the error, cross-check the source document, correct it immediately, and re-verify before final submission. What is your average typing speed? Mention your typing speed in words per minute. Example, 40 words per minute. WP എന്ന് പറഞ്ഞാൽ word per minute ആണ് with accuracy. Situational and behavior questions. If you find a mismatch between entered data and physical record, what will you do? Recheck the entry with the source document. Inform the senior officer and correct it after proper verification. If a customer becomes impatient while you are entering data, how will you handle it? Stay calm, politely explain the process, and ensure the customer that the transaction will be completed soon. Technical and miscellaneous questions. What is the shortcut to open the run dialog box in Windows? Windows keys. Windows key. Press R. What does pwd command do in Linux? Display the current working directory with the path. Print working directory. That displays the current working directory with the path. Path ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി, അതാണ് PWD. What are the input and output devices? Input keyboard, mouse, scanner. Output device monitor, printer. What is backup and why is it important? Backup is a copy of important data to prevent loss during system failure or corruption. Why should we hire you for this post? Highlight your accuracy, typing skill, computer knowledge, and commitment to confidentiality. ഇതോടൊപ്പം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കേരളത്തിന്റെ IT മിനിസ്റ്റർ ആരാന്ന് ചോദിക്കാം. കേരളത്തിന്റെ IT മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററാണ്. അതുപോലെ സഹകരണ വകുപ്പ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിക്കാവുന്നതാണ്. മിനിസ്റ്റർമാരുടെ പേരും പറഞ്ഞു പഠിച്ചുകൊണ്ട് പോവുക. സെൻട്രൽ മിനിസ്റ്റർ, കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാന്നും ഉണ്ടോ നോക്കണം.
സെൻട്രൽ കോപ്പറേറ്റീവ് സെൻട്രൽ മിനിസ്റ്റർ വരുന്നത് അമിത്ഷായാണ്. ഇവിടുത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ VN വാസവനാണ്. ബാങ്കെ സംബന്ധിച്ചിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സഹകരണ സംഘത്തിന് ഓരോന്നിനും രജിസ്ട്രേഷൻ നമ്പറുണ്ട്, കോഡുണ്ട്. അതുപോലെ ഇത് 1867 ഇതാണ് കോഡ് നമ്പർ. അതുപോലെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ബാങ്കിന്റെ കോഡ്, ബാങ്കിന്റെ പേര്, തൃക്കലങ്ങോട്, ഇതിപ്പോൾ തൃക്കലങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ്. ഈ ലിമിറ്റഡിന് മലയാളം വരുന്നത് ക്ലിപ്തം എന്നാണ്, അതും ചിലപ്പോൾ ചോദിക്കുക. അതുപോലെ തന്നെ ഈ കോഡ് നമ്പർ F1548. ഇന്റർവ്യൂ കാർഡ് ഓരോ ബാങ്കും സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നതാണ്. അതിനകത്ത് തന്നെ ബാങ്കിന്റെ പേര് ഏതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ബാങ്കിന്റെ പേര്, ചിലര് ബാങ്കിന്റെ പേര് ഫുള്ളായിട്ട് പറയും, അത് പറയുക. ബാങ്കിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചുകൊണ്ട് പോവുക. ബാങ്കിന്റെ പേര് പൂർണ്ണമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. ഇന്റർവ്യൂവിന് മുഴുവൻ 20 മാർക്കാണ്. അതിൽ നിന്ന് 4 മാർക്ക് അഭിമുഖത്തിന് ഹാജരായ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്കിനാണ് ഇന്റർവ്യൂവിന് പ്രകടനത്തിനാണ്. അതിലാദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻസും എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക, എന്തൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുക, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എവിടെയൊക്കെയായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക, ഏതൊക്കെ പോസ്റ്റിലായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഡേറ്റ എൻട്രി ടെക്നിക്കൽ പോസ്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് എക്സ്പെർട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഡേറ്റ എൻട്രി തസ്തികയ്ക്ക് ജനറൽ നോളജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. GK പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ടെക്നിക്കലിനകത്ത് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ ടൈപ്സ്, ജനറേഷൻ, ഓരോ ജനറേഷൻ്റെ കമ്പ്യൂട്ടറൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ പേര് ചോദിക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരൊക്കെ പഠിച്ചുകൊണ്ട് പോവുക. MS വേഡ്, MS എക്സൽ, പവർ പോയിന്റ്, ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് ഒക്കെ പഠിച്ചുകൊണ്ട് പോകണം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ കമ്പോണൻസ് ഏതൊക്കെയാണ്, സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഏതൊക്കെയാണ്, ഇമെയിൽസ്, നെറ്റ്വർക്കിംഗ് നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇന്റർനെറ്റിൽ നിന്നൊക്കെ ചോദിക്കാവുന്ന വേൾഡ് വൈഡ് വെബ്, നെറ്റ്വർക്കിംഗ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ടോപ്പോളജി അതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. വേഡിനകത്തുനിന്ന് ഷോർട്ട് കട്ട് കൂടുതലും ചോദിക്കാവുന്നതാണ് ഡോക്യുമെന്റ്. അതുപോലെ തന്നെ ഇമേജ് ഇൻസെർട്ട് ചെയ്യുന്ന, ടേബിൾ ഇൻസെർട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് എക്സലില് ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഒക്കെ ചോദിക്കാവുന്നതാണ്. ചാർട്ടിനെ പറ്റിയും ഒക്കെ ചോദിക്കാവുന്നതാണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ ഡെവലപ്മെന്റ്, പ്രസന്റേഷൻ സ്റ്റൈൽസ്, സ്ലൈഡ്സ്, അനിമേഷൻസ്. പവർ പോയിന്റ് പ്രസന്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ഒക്കെ നോക്കിയിട്ട് പോവാം. ടെക്നിക്കൽ ഇന്റർവ്യൂ ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിന്ന് തന്നെ ചോദിക്കാവുന്നതാണ്. കോർപ്പറേഷനിൽ നിന്നൊക്കെ ടോപ്പിക്ക് ക്വസ്റ്റ്യനിലുണ്ടാകുന്നതാണ്. അതൊക്കെ പഠിച്ചുകൊണ്ട് പോവുക. സിമ്പിളായിട്ടുള്ള ഒക്കെ പഠിക്കുക.
Here's a list of important Linux command, Perspective Computer Fundamentals, Data Entry and Technical Exams. PWD, Present Print Working Directory ആണ് കറണ്ട് വർക്കിംഗ് ആയിട്ടുള്ള ഡയറക്ടറി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ LS ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലിസ്റ്റ് ആൾ ദി ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഇൻ കറണ്ട് ഡയറക്ടറി LS. CD change directory ആണ് used to move one directory to another. CD home /user/documents. MKDAR commands. Make directory create ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന created new directory folder. RMDIR വരുന്നത് remove directory ആണ്. Remove directory, delete an empty directory. RM, remove, delete files or directories. CP വരുന്നത് copy ആണ്, copy files or directories. MV, move ആണ്, move or rename files, directories. CAT, concatenate, displays the content of a file on the terminal. Touch command, create file, create an empty file or update the timestamp of existing files. Echo command, message display and display text, print text or variable on the terminal. Manual, displays a manual page help for any Linux command. MAN, who am I, displays the current logged in username. Username display ചെയ്യാൻ വേണ്ടിയുള്ള command ഉണ്ട് who am I. Clear command ഉണ്ട്, clear screen ആണ്, terminal clear. Exit command exit ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. Log out to the terminal or closes the shell. Disk free shows available and used disk space. PS command, process status, display running process on this kill command. Terminate process, ends running process using its process ID. Top task manager, display real-time system resources, usage CPU memory process. Chmod, change mode, change file permission, read, write, execute. chmod permissions change ചെയ്യാൻ വേണ്ടിയാണ് read അല്ലെങ്കിൽ write or execute. Microsoft PowerPoint shortcut keys. Basic shortcut വരുന്ന Ctrl+N, create a new presentation, Ctrl+O, open an existing presentation, Ctrl+S, save the current presentation, F12 or Ctrl+Shift+S, save as. Control please print presentation, Ctrl+W or Ctrl+F4, close the presentation. Ctrl+Q, quit PowerPoint, Ctrl+Z, undo last action, Ctrl+Y, redo last action, Ctrl+C, copy selected text or object, Ctrl+X, cut selected text or object, Ctrl+V, paste copied content, Ctrl+A, select all items on the slide, Ctrl+F, find text, Ctrl+H, replace text, Ctrl+M, insert new slide. Slide shortcut, F5, start slideshow from beginning, Shift+F5, start slideshow from current slide, escape end
The slideshow. B. Display back screen during presentation. W. Display the white screen during presentation. Again, spacebar, right arrow, move the next slide. P. Left arrow, move the previous slide. Number plus enter, go to specific slide number. Slide editing, formatting. Ctrl plus D, duplicate selected slide or object. Ctrl plus G, group selected object. Ctrl plus Shift plus G, ungroup object. Ctrl plus Shift plus C, copy formatting. Ctrl plus Shift plus V. Paste formatting. Ctrl plus K, insert hyperlink. Ctrl plus E, center align text. Ctrl plus L, left align text. Ctrl plus R, right align text. Ctrl plus J, justify text. Ctrl plus T, open font dialog. Open font dialog box. Ctrl plus T. Ctrl plus B, bold text. Ctrl plus I, italic text. Ctrl plus U, underline text. View and navigation. Alt plus F5. Place slideshow in presenter view. Ctrl plus Shift plus tab. Switch between open presentation. Alt plus N, insert tab. Alt plus H, open home tab. Alt plus N, open insert tab. H, home tab. Alt plus G, design tab. Alt plus K, transition tab. Alt plus A, animation tab. Alt plus S, open slide show tab. Alt plus R, review tab. Alt plus W, open view tab. ബേഡ്സിലെ ഷോർട്ട് കട്ട് ഒക്കെ പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ എക്സലിലുള്ള ഷോർട്ട് കട്ട് കീസൊക്കെ പഠിച്ചുകൊണ്ട് പോവുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ഇന്റർവ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡിന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യണം. അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.